ഹലോ മച്ചന്മാർ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സൂപ്പർ വിമൻ എടുക്കാനാണ്. അതിന് 3 മില്യൺ ബലി വേണം. അതിൽ നമ്മൾ 1 മില്യണുള്ളൂ. 1 മില്യൺ 716 ഉള്ളൂ. എന്തായാലും നമ്മൾക്ക് എന്തായാലും എടുക്കണം. അതിന് നമുക്ക് ഇനി 2 മില്യണൊക്കെ 3 മില്യൺ അങ്ങനെ കുറേ കുറച്ചൊക്കെ പണിയുണ്ട്. എന്തായാലും നമുക്ക് നമ്മളൊരു ക്വിസ് എടുത്താൽ നമുക്ക് നമ്മളെ പൈസ കൂട്ടാൻ വേണ്ടിയുള്ളത് നമുക്ക് ഈടാക്കാം. അപ്പം അതിനുവേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കാണ്ട് എന്തായാലും നമുക്ക് എന്തായാലും എടുക്കാം. നല്ല പൈസയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ലെവലായിട്ടുണ്ട്. ഈ വാട്ടർ കോൺഫ്ലിക്കാല ആ സ്പീഡ് കാരണമാണ് ഇപ്പോഴത്തേക്ക് നിങ്ങൾക്കാണ് എക്സ്പീരിയൻസ് തരാറുണ്ട്. നോൺ സ്റ്റോപ്പാണ്. മറ്റൊക്കെ 2 കുത്തി സ്റ്റോപ്പാണ്. പക്ഷേ ഇതിനാണ് അടുത്ത കുറേ ബോസിന് കൊല്ലാണ്ട് പോകണം. നമ്മൾ കിസ്റ്റ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ സീക്ക് പോകാം. അവിടെ നിന്ന് നമ്മളെ ഏതൊക്കെ 300 കഴിക്കണമല്ലോ നോക്കാം. ഫസ്റ്റ് സാവിൻ്റെ അടുത്ത് വെക്കാം. നമുക്ക് ഡ്രാഗൺ പുരത്ത് വെക്കാം. 300 ലെവൽ അയക്കണോ ആയിട്ടുണ്ട്. 38. പിന്നെ ഇതാരേനെ വാട്ടർ കോൺഫ് വാട്ടർ കോൺഫ് 348 148. പിന്നെ എന്താ ഡെത്ത് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ടീച്ചർ എല്ലാം വയസ്സ് അത് 313. അങ്ങനെ 3 കഴിഞ്ഞ് 4ാമത്തെ അടിയിലുള്ളത് ഇലക്ട്രിക് 300 ആയോന്ന് അറിയത്തില്ല. 300 വരുന്നുണ്ട്. ഉണ്ടാ ഇതിനൊക്കെ ഒരു ഷോപ്പുണ്ട്. വാട്ടർ കോൺഫ്ലിക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് വേറെ ഒരുമാതിരി എനിക്ക് തീർച്ചയില്ല. അതുകൊണ്ടാണ് നിൽക്കാത്ത വാട്ടർ കോൺഫ്ലിക്ക് നോൺ സ്റ്റോപ്പിൽ ഇങ്ങനെ അടിച്ച് നിൽക്കും. അത് 2 അടി അടിച്ച് വേറെ മുന്നിൽ പോകലാണ്. ഇപ്പം ഈ സാധനം എടുക്കാം. സെക്കൻഡ്സിക്ക് പോകാം. ആളെ റെഡിയാക്കണം. നമുക്ക് എത്ര ആൾക്കാർ അടിച്ചിട്ട് നോക്കാം. ടോട്ടൽ 4 ആൾക്കാർ അടിച്ചിട്ട് എന്തായാലും നമുക്ക് സെക്കൻഡ് സീക്ക് പോയി കണ്ടെടുക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് സീൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് ബോസ് എടുത്താലും മനസ്സിലാക്കണം. ഡയമണ്ട് ബോസ് ഓക്കെ. പിന്നെ നമ്മൾ ജർമ്മനി ഡിഫീറ്റ് ആക്കണം. ഡയമണ്ടിൻ്റെ സോറൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഡയമണ്ട് എടുത്തു. പിന്നെ ജർമ്മനി ഡിഫീറ്റ് ആക്കണം. ഓരോരുത്തർ ഡിഫീറ്റ് ആക്കി തീർച്ചയായും എടുക്കാൻ സെക്കൻഡത്തെ സാബിൻ്റെ സ്ഥലം എന്തായാലും നമുക്ക് നമ്മളത്തെ ഒരു മാമത്തന്നെ ഇട്ടെടുക്കാം. എന്തായാലും ബോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബോസിനെ ഡിഫീറ്റ് ചെയ്യാണ്ട് ആ ബോസിനോട് ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ ബോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴും 1 മില്യൺ 7 ലക്ഷമായിട്ടുള്ളൂ. നമുക്കിനി ആകെയുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ നമുക്ക് CBSനെ കൊല്ലണം. അപ്പം എന്തായാലും 3 ബലിയാക്കേണ്ട കാണാം.
ഫിനിഷ് ആക്കിയപ്പോൾ ഇപ്പോൾ 2 മില്യൺ 1 മില്യൺ ആണ് കസ്റ്റമർ കൊടുക്കുന്നത്. ഒരു 3 ലക്ഷം മതി എന്താണ് 3 ലക്ഷം ഇപ്പോൾ 3 മില്യൺ സബ്സ്ക്രിപ്ഷന് സൂപ്പർ ഹ്യൂമൻ വേണ്ടിയിട്ട് സൂപ്പർ ഹ്യൂമൻ ആൾക്കാർക്കത് പറഞ്ഞു ഇപ്പം എന്തായാലും ഒന്നിനെ വന്നിട്ടുണ്ട്. മിക്കവാറും ഒന്നിന് കഴിഞ്ഞ് 10 കൊല്ലണം. കാരണം 1 ലക്ഷമാണ് 10 എന്തായാലും ഇതിനെങ്കിലും വലിയ നമ്മൾ ഉണ്ടാക്കും. രണ്ടാമത്തെ സീരീസ് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ടോട്ടലി 2 കോടി രക്ഷാപ്പെട്ടില്ല. ഇനി വെറും 3 ലക്ഷം കൂടി മതി നമുക്ക് ഗോഡ് ഹ്യൂമൻ എടുക്കാൻ. കുറേ 3-4 സീരീസിന് അടിച്ച പൈസ കഷ്ടപ്പെടാൻ. എന്തായാലും ഗോഡ് ഹ്യൂമൻ എടുക്കുന്ന വെച്ച് എടുത്തിരിക്കും. ഗവൺമെൻറ് വെച്ച് നമുക്ക് ഈ വാട്ടർ കോൺഫ്ലോ വീട്ടിൽ അതിൻ്റെ കൂടെ നമ്മൾ ഫോൾ വീട്ടിട്ടുണ്ടോ നമ്മളെന്താ വെച്ചാൽ റൗച്ച് വരുമ്പോൾ ഇടി കിട്ടും. അപ്പോൾ നമ്മൾ ഫോൾ V1 എടുക്കുക കൈക്ക് പിടിച്ചാൽ ഒന്നും കാട്ടാൻ നിൽക്കണം. അപ്പോൾ ഇടി നമ്മൾ മേത്ത് ഇതേപോലെ അടിക്കുമ്പോൾ ഈ ഇൻസിഡൻറ്റ് ഓഫാക്കണം. എന്നിട്ട് മേത്ത് അടിക്കുമ്പോൾ ഡാമേജ് കുറയും. അപ്പോൾ 3-4 ആകുമ്പോഴത്തേന് നമുക്ക് കിട്ടും. എന്തായാലും 3 ലക്ഷം ആവാനായി വെയിറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് തോനെ പൈസ ഇപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ നമുക്ക് ഈ പൈസ. കുറച്ച് പൈസ ഉണ്ട് നിങ്ങൾക്കൂടെ കാണാൻ വെച്ചിട്ടുണ്ടാവും. നമുക്ക് 3-4 ബോസിനെ വല്ലണം. ഫ്യൂച്ചറുണ്ട് ഡൈമണ്ട് ബോസിന് വല്ലണം. ഡാർക്ക്നെസ് ഏരിയ സ്പോൺ ചെയ്താൽ ഡിസ്കണക്ട് കറക്റ്റ് ടൈമിൽ കിട്ടുക. എന്തായാലും ഇവിടെ നല്ല കോഡിങ്ങുള്ള സൂപ്പർ ഹ്യൂമൻ. എന്തായാലും നിങ്ങളുടെ ഉപകാരം വീഡിയോ പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത്. ലൈക്കും ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും കോഡിങ്ങിന് 3 മില്യൺ ആണ്. ഈ ഫ്രാഗ്മെൻറ്റ്സ് കാണാൻ ഫ്രാഗ്മെൻറ്റ്സ് 2000 ഉണ്ട്. നമ്മൾ കുറേ സീരീസിന് ഇവിടെ ആൾ സ്പോൺ ആയിട്ടുണ്ട്. എത്ര മിനിറ്റ് എടുക്കും? 15 സെക്കൻഡ്സ് വരുള്ളൂ. എന്തായാലും കില്ലണം വെയിറ്റ് കയറി. അങ്ങനെ നമ്മുടെ ഈ ഡയമണ്ട് ബോസ് സ്പോൺ ആയിട്ടുണ്ട്. എന്തായാലും നേരെ കൊന്നിട്ടുണ്ട്. ഡ്രോപ്പായ ലോൺസോട് ഡ്രോപ്പ് ചെയ്ത് കാണിക്കും. ലോൺസോഡ് നമുക്ക് ഓൾറെഡി കിട്ടിയതിന് എത്ര മാസ്റ്റർ കയറി നോക്കുമ്പോൾ 156 മാസ്റ്റർ കയറി 73 മാസ്റ്റർ കയറി. എന്തായാലും നമുക്കിനി 2 തന്നാൽ മതി. നമുക്കത് ജർമ്മനി നോക്കിയിടാം. ആരെയാണ് പേര് ഓർബിറ്റ് സോൺ അടിച്ചിടാം. അങ്ങനെ ജർമ്മനിയിൽ ഗിഫ്റ്റ് എടുക്കാം. ഗൈസ് ജർമ്മനി ബോസ് എന്തായാലും അവനെ മനസ്സിലാക്കണം. അങ്ങനെ ഡിഫിനിറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ തോടിന് 100 ലെവലായിട്ട് 90 ലെവലായി. ഗൈസ് 300 ആയി. എന്തായാലും നമുക്ക് എന്തായാലും ഫോണ് നോക്കി ജർമ്മനി ഒന്ന് അടിച്ചു തരാം കേട്ടോ. നമുക്ക് കപ്പയെ പോയിട്ടാണ് റെസ്പോൺ അവിടെ എത്തിക്കുന്നതാണ്. കപ്പയുടെ മുകളിൽ നന്നായിരുന്നു. കപ്പയിലെത്തി. എന്തായാലും ട്രൈഡ് മൈ പോർ. എന്താണ് ട്രൈഡ് മൈ പോർ? ക്രഷിൻ്റെ കേക്കുണ്ട് പോർട്ടില്ല. ചോട്ട ചില ബാക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഫെയിലാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഹിസ്റ്റല്ല ഓർബിറ്റിൻ്റെ വസ്തുക്കളാണ്. എന്തായാലും ഗ്രാവിറ്റി യൂസർ ഉണ്ടാവുന്നു. നല്ല ടഫാണ്. അങ്ങനെയാണ് ഫിനിഷ് ചെയ്തപ്പോൾ 110 ലെവലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോഡിന്. ഇനി നമുക്ക് നേരെ ഓട്ടയംകൊള്ളിലേക്ക് പോകാം. ഓട്ടയംകൊള്ളിട്ട് ഒരു അഡ്മിറൽ പോസ്റ്റിനോട് വന്നതിൻ്റെ ശേഷം നേരെ നമുക്ക് ഐസ് കാസ്റ്റിൽ പോകാം. അവിടെയാണ് നമ്മളെ സൂപ്പർ ഹ്യൂമൻ ഉള്ളത്.
നമ്മൾ ക്വിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കില്ല് ചെയ്യാം. അത് സ്പോൺ ആവാൻ ഒരു 1:20 മിനിറ്റ് എടുക്കും. അപ്പോൾ അതായിരിക്കും വെയിറ്റ് ചെയ്യാം. ഗസ്പിന് ഇതാണ് എടുത്തത്. ഇപ്പോൾ 1 എടുത്താണ്ട് ഞാൻ പറഞ്ഞില്ലേ CB സ്റ്റണ്ടിന് പോവാം. ട്രാവൽ സി എത്തുമ്പോൾ ഇത് നമ്മൾ കൈക്കാൽ പിടിച്ചിട്ടാൽ. അപ്പോൾ ഇടിമിന്നൽ കിട്ടുമ്പോൾ നമ്മൾ ഇടിമിന്നൽ അവിടെ ഞാൻ കാണിച്ചു കൊടുത്താൽ മതി. അപ്പം ഇടിമിന്നൽ നമ്മുടെ മേത്തേക്ക് 2 പ്രാവശ്യം കിട്ടും. ഫസ്റ്റ് ട്രയൽ ചിലപ്പോൾ കിട്ടും. സെക്കൻഡ് ട്രയൽ എനിക്കാണ് കിട്ടിയത്. സെക്കൻഡ് ട്രയൽ എനിക്കല്ല, സെക്കൻഡ് ട്രയൽ ലെക്കിൽ കിട്ടി. ഈ തേർഡ് ട്രയൽ അങ്ങനെ എന്തായാലും കിട്ടും. ഇടിമിന്നൽ മേത്ത് കൊണ്ടാൽ അങ്ങനെയാണ് കിട്ടുള്ളത്. പിന്നെ ഇത് ഓർബിറ്റോൻ്റെ അടുത്തുനിന്ന് ഇത് പിന്നെ ഇവിടുത്തെ സ്മോക്ക് ബോസ് എടുത്ത് പിന്നെ ഡയമണ്ട് ഇത് പിന്നെ ഫസ്റ്റ് ചീത്ത സെബിർ പൈൻ്റെ അടുത്തുനിന്ന് ഇതൊക്കെ പിന്നെ മേടിച്ചാണ് കേട്ടോ. ഇത് മറ്റേ ഫസ്റ്റ് സീൻ മിഡിൽ ടൗണിൽ ഇതും ഫസ്റ്റ് സീനൊക്കെയാണ്. അതൊക്കെ ഫസ്റ്റ് സീനാണ്. എന്തായാലും സ്പോണാണ്. കീഴത്ത് പോയി നമുക്ക് എത്ര കിട്ടി? 140 കിട്ടി. 10 ലെവൽ കൂടി മതിയായിരുന്നു. ഓക്കെ 140 ലെവൽ കിട്ടി. എന്തായാലും നമ്മളെ ബൗണ്ടി ഇപ്പോൾ എത്രയായി നോക്കാം. ബൗണ്ടി ഗൈസ് കുറച്ചോ ഗൈസ് 9,55,000. എന്തായാലും നമുക്ക് എടുക്കാൻ പോവാം. ഐസ് കാച്ചിൽ എവിടെ വെച്ചാൽ മറന്നു പോയല്ലോ. തലയുടെ ഇനി നമുക്ക് റോസ് ഇട്ട് പോകണം. കഫേ കാണാം. അവിടുന്ന് നമുക്ക് ഡാർക്ക്നെസ് ഏരിയയായിട്ട് പോയാൽ അവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റോമൗണ്ടയിലെത്തി. ഇനി ഇവിടുന്ന് നമുക്ക് ആ NPCനെ കണ്ടെടുക്കണം. NPCനെ കണ്ടെടുക്കാൻ വളരെ സിമ്പിളാണ്. സിമ്പിൾ ഇവിടുന്ന് ടൗണിലേക്ക് പോയാൽ NPCൻ്റെ സ്ഥലമുണ്ട്. തന്നെ ഈ സ്ഥലത്തോടെ പോകുന്ന സർവ്വതും നമ്മുടെ മനസ്സിലാവുന്ന എന്താ ഡ്രൈവേഴ്സ് ഓട്ടിക്കുക. ഓ ഇപ്പോഴാണ് ബുള്ളറ്റാണ്. ഉള്ളോട്ട് കയറി അപ്പം എന്തായാലും പെട്ടെന്ന് കണ്ണു കണ്ടിട്ട് എന്താണ് കുറച്ച് ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഗോഡ് ഹ്യൂമൻ ലൈൻ സൂപ്പർ ഹ്യൂമൻ ലൈൻ ഫൈനലി അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി നമ്മുടെ സ്ഥലത്തിലോട്ട് പോകാം. കഫേട്ട് പോകാം. ആയിക്കോട്ടെ സൂപ്പർ ഹ്യൂമൻ ആയിക്കോട്ടെ സൂപ്പർ ഹ്യൂമൻ. എന്തായാലും ഇനി തേർഡ് സ്പീക്കർ ലെവൽ കൂട്ടണം. പ്ലസ്കോ നമുക്ക് നേരെ മാക്സ് ആക്കാം. മാക്സ് അല്ല എല്ലാ പവർ അൺലോക്ക് ആക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഗോഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ബൈ.